അടിയന്തര പ്രാധാന്യമുള്ള വിഷയം ആയതുകൊണ്ടാണല്ലോ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തന്നെ അത് എടുത്തത്. അപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ തുടങ്ങി വെച്ച ഒരു ക്യാമ്പയിൻ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തത് നല്ലത് തന്നെയാണ്. ഒരു വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. എല്ലാവരും ചേർന്ന് പൊതുസമൂഹവും ചേർന്ന് കൊണ്ടുപോകേണ്ട ഒരു പ്രധാന വിഷയമാണ്. കുട്ടികളിലെ ലഹരി ഉപയോഗം മാത്രമല്ല, അക്രമവാസനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് രാസലഹരി വ്യാപനം അത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും എത്തിക്കഴിഞ്ഞു. ഏതെങ്കിലും കൊച്ചിയിലോ തിരുവനന്തപുരം മെട്രോ നഗരങ്ങളിൽ മാത്രമെന്ന് പറയാൻ കഴിയില്ല, ഗ്രാമങ്ങളിലേക്ക് പോലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. താമരശ്ശേരിയിൽ ഈ കുട്ടി താമസിക്കുന്ന ഭാഗത്തുള്ള അല്ലെങ്കിൽ ആ ഏരിയയിൽ തന്നെ മയക്കുമരുന്നിന്റെ വ്യാപനവുമുണ്ട്. ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, ആ ഏരിയയിൽ മയക്കുമരുന്ന് ഉണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതിനെതിരെ, ഈ വർദ്ധിക്കുന്ന വയലൻസിനെതിരെ ഒരു ജനകീയ ജാഗ്രതയാണ്. ഈ ജാഗ്രതാ സമിതികൾ തന്നെ രൂപം കൊണ്ടാലും പഞ്ചായത്ത് തലത്തിൽ നന്നാകും എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും ഇങ്ങനെയുള്ള ഒരു ജാഗ്രത എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് നമ്മളവിടെ ഉണ്ടാക്കണം. ആ രീതിയിൽ മാത്രമേ ഈ ഒരു വിപത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുകയുള്ളൂ. എവിടെയൊക്കെയാണ് ഈ പ്രശ്നം ഉള്ളത്, അല്ലെങ്കിൽ ഈ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഈ ലഹരി എത്തുന്നത്, കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഹാബിറ്റ്സിൽ മാറ്റം വരുന്നത്, അത് ഒബ്സർവ് ചെയ്യണം. നിരീക്ഷിക്കാതെ നമുക്കൊരിക്കലും ഒന്നിനെയും തടയാൻ കഴിയില്ല. അപ്പോൾ ആ നിരീക്ഷണത്തിനായി ഈ സദാചാര പോലീസിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു നിരീക്ഷണം ഉണ്ടാകണം. നിരീക്ഷണത്തിലായിരുന്നു നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത്. വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിൽ എത്തി തിരിച്ചു വരുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തുമെന്നുള്ളത് വീട്ടുകാർക്ക് ഉറപ്പാണ്. കാരണം മറ്റൊരിടത്തേക്കും പോകില്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്കൂൾ ബസ്സിൽ വരുന്നവരുണ്ടാകും, അടുത്തുള്ള കുട്ടികൾ നടന്നായിരിക്കും പോകുന്നത്. അപ്പോഴെല്ലാം ആ പോകുന്ന വഴിയിലുള്ള ആളുകളുമായി സംസാരിച്ചൊക്കെയാണ് വീടുകളിലേക്ക് എത്തുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കൃത്യമായി സ്കൂളിൽ നിന്ന്, മുഖ്യമന്ത്രി പറഞ്ഞ വാചകം കൃത്യമാണ്, സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്ന കുട്ടി, അതിനിടയിൽ ആ കുട്ടിയെ എവിടെയൊക്കെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് എന്നുള്ളത്. കാരണം തിരുവനന്തപുരത്ത് ആ സ്കൂൾ ബസ്സിൽ വെച്ചുണ്ടായ അക്രമം അത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഈ നമ്മൾ പറഞ്ഞ ഈ പെട്ടി ടു പെട്ടിക്കിടയിലാണ് ആ കത്തിക്കുത്ത് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ പോലും കുട്ടികൾ സുരക്ഷിതരല്ല. അതുപോലെ തന്നെ കോട്ടയത്ത് ആ ചോക്ലേറ്റ് കിട്ടുന്നത് സ്കൂളിൽ ക്ലാസ് മുറിക്കുള്ളിലായിരിക്കുമ്പോഴാണ് കുട്ടിക്ക് ചോക്ലേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു പെട്ടിയും സുരക്ഷിതമല്ല. വീടെന്ന പെട്ടിയിൽ സുരക്ഷിതരാണോ? അതുമല്ല. കാരണം മയക്കുമരുന്നിന് അഡിക്റ്റായ രണ്ട് സഹോദരങ്ങൾ, അതിൽ ഒരാളെ ഡി അഡിക്ഷന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ജ്യേഷ്ഠൻ ആക്രമിക്കുന്നത്, അനുജനെ ആക്രമിക്കുന്നത്. അത് ഇന്ന് വന്ന വാർത്തയാണ്. അപ്പോൾ ഒരു പെട്ടിയിലും നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടി കൗമാരമോ യൗവനമോ എത്തുമ്പോഴും സുരക്ഷിതരല്ല എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജീവിതത്തോട് ലഹരി ഉണ്ടാകാൻ, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി അങ്ങനെയുള്ള ഒരു പ്രാക്ടീസാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനായിട്ടുള്ള സമീപനങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ആവേശം സിനിമയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അതിലെ പാട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ്. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ, തോക്കിൻ കാഞ്ചിവലി ശീലം പണ്ടേ മാറാത്ത വ്യാധി, നെഞ്ചിൽ പൂട്ടിവെച്ചോരങ്കക്കലി തീരാത്ത വാശി, അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുലി. ഈ ആട്ടപ്പുലികളെ കണ്ട് ഹരം മൂത്ത് കുട്ടികൾ ആ രീതിയിലാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഒരു പ്രശ്നമായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു ഹീറോസായി മാറാനായി, ഹീറോ ആകുന്നതിനായി ലഹരിമരുന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ മാനസിക നിലയിൽ വ്യതിയാനം വന്ന് ചിലർ ആക്രമണകാരികളാകുന്നു, ചിലർ വളരെ സൈലന്റ് ആകുന്നു. വിഷാദരോഗം അകറ്റാൻ പറ്റും. ചില കുട്ടികളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ അഡ്വൈസ്, അതായത് ഈ മയക്കുമരുന്നിന് അഡിക്റ്റായ കുട്ടികൾ, റിക്കവറി സ്റ്റേജിലുള്ള കുട്ടികളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരോട് പറഞ്ഞത് നിങ്ങളുടെ ഡിപ്രഷൻ മാറുമെന്നാണ്. വിഷാദ രോഗത്തിന് നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ബൈപോളർ ഡിസോർഡർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. നിങ്ങൾ ഈ ലോങ് ടൈമിലേക്ക് നിങ്ങൾ ഈ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കഴിക്കേണ്ടതില്ല. നിങ്ങൾ ഈ മരുന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പെട്ടെന്ന് മാറും. അതായത് അവരത് പ്രയോഗിച്ച് നോക്കുമ്പോഴേക്കും അങ്ങനെ പോയ കുട്ടികളുമുണ്ട്. ആ കുട്ടികളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായി മാതാപിതാക്കളൊക്കെ ഇടപെട്ട് ശ്രമിക്കുന്നുമുണ്ട്. അവിടെ അപ്പോൾ കൂടുതൽ ഊർജ്ജം കിട്ടും. അതുപോലെ തന്നെ നന്നായി മറന്നു പോകാതെ പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. വേറൊരാൾ മറ്റൊരു ചാനലിൽ പറയുന്നത് കേട്ടതാണ്, വീട്ടിൽ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ കഞ്ചാവ് വലിക്കാനായിട്ട് തരുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോയി ഞാൻ ചോദിക്കാൻ തുടങ്ങി. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ തുടങ്ങി. അമ്മ തരാത്തപ്പോഴേക്കും മറ്റുള്ളവരോട് കടം വാങ്ങിക്കാൻ തുടങ്ങി. അതിനുശേഷം അതും നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ക്രൈമുകളിൽ, ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ പണമുണ്ടാക്കി അങ്ങനെ ഈ കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇപ്പോൾ അയാളുടെ പല്ലുകളെല്ലാം പൊടിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോഴാണ് അയാൾ ആ തുറന്നു പറച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ ലഹരി പാർട്ടി നടത്തുന്ന വമ്പന്മാരെ തടയിടാനൊക്കെ സർക്കാരിന് ആർജവം ഉണ്ടാകുമോ എന്ന സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എപ്പോഴും ചെറിയ കണ്ണികളെയാണ് പിടികൂടുന്നത്. വലിയ കണ്ണികളിലേക്ക് എത്താനുള്ള ആർജവം കൂടി സർക്കാർ കാണിക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡീഹണ്ടിൽ 2854 പേരെ അറസ്റ്റ് ചെയ്തു, 17,246 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി എന്നാണ് ഫെബ്രുവരി 22 മുതലുള്ള കണക്കാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് വന്ന മറ്റൊരു വാർത്തയുണ്ട്. വടകരയിൽ 17 വയസ്സുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്തെന്ന വാർത്ത. നമ്മളിത് സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുമിച്ച് നേരിടേണ്ടേ എന്നായിരുന്നു ചോദ്യം. തീർച്ചയായും ഒരുമിച്ച് തന്നെ നേരിടണം എന്നാണ് അഭിപ്രായം. Meet the editors.